പത്തനംതിട്ട തിരുവല്ലയിൽ 14-കാരിക്ക് പീഡനം. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേർ പിടിയിലായി. ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മക്കളാണ് പീഡനത്തിനിരയായത്. രക്ഷിതാക്കൾ ജോലിക്ക് പോയപ്പോൾ പ്രതികൾ വീടിനുള്ളിൽ കയറി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, വളരെ ദാരുണമായ സംഭവമാണ്. എന്താണ് ഈ കുഞ്ഞിന് സംഭവിച്ചതൊപ്പം തന്നെ ആരാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? രാഖി, ഇന്നലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തിരുവല്ലയിൽ വെച്ചിട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളായിട്ടുള്ള 14-കാരിക്ക് ക്രൂരമായിട്ടുള്ള പീഡനം ഏൽക്കേണ്ടി വന്നത്. ഈ സംഭവത്തിൽ പ്രതികളും ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ്. ഇവർ രണ്ടുപേരും നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അതായത് ഇന്നലെ ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയത്ത് ഈ പെൺകുട്ടിയുടെ 1 വയസ്സുള്ള 1.5 വയസ്സുള്ള ഇളയ കുട്ടിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയത്താണ് ബംഗാൾ സ്വദേശികളായിട്ടുള്ള 2 പേർ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും തുടർന്ന് ഈ കുട്ടിയെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തത്. 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ വാ പൊത്തിപ്പിടിച്ചിട്ടായിക്കൊണ്ടായിരുന്നു ഈ പീഡനം നടത്തിയതെന്നും അവിടുത്തെ നാട്ടുകാർ നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നാട്ടുകാർ ചേർന്നാണ് ഈ പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ ബാക്കി തുടർന്ന് നിയമ നടപടികൾക്ക് വിധേയമാക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ കുട്ടിയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരം കൂടി അറിയുവാനായിട്ട് സാധിക്കുന്നു. ഒപ്പം ഈ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പ്രതികരണങ്ങളും മൊഴികളും ഒക്കെ പോലീസുമായി ബന്ധപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരി ഗൂഗിൾ.